ഹേ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എത്രയോ കഴിച്ചു. ഡിസൈൻ കുറവാ. പുതിയ ആളാ. ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഡേ ആണ്, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് ആരോടും പറഞ്ഞ് അല്ലെങ്കിൽ അവരെ വിഷസ് വാങ്ങണം അങ്ങനെയൊന്നും തോന്നിയില്ല. എനിക്ക് എന്നെ തന്നെ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യണം തോന്നി. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ആരും അറിയിക്കാതെ ഞാൻ സ്റ്റാറ്റസ് വെച്ചു. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്ന ഒരു സിമ്പിളൊക്കെ ഇട്ട് സ്റ്റാറ്റസ് വെച്ചു. പക്ഷെ ആർക്കും അത് മനസ്സിലായിട്ടില്ല. എനിക്കങ്ങനെ ആരും സെലിബ്രേഷൻ അങ്ങനെയൊന്നും തോന്നിയില്ല. എല്ലാവരും കൂടെ എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ കിട്ടിയൊരു ചാൻസ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പം എനിക്ക് എന്നെ തന്നെ ഒന്ന് സ്നേഹിക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാനിന്നിപ്പോൾ എൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈവനിങ് ആയി. അപ്പം ഞാൻ ഷോപ്പിൽ വന്ന് ഒരു കേക്ക് വാങ്ങി ഹാപ്പി ബർത്ത്ഡേ എഴുതി വാങ്ങി ഞാൻ തന്നെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഞാൻ കൊടുക്കും. എനിക്കിന്ന് അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് എന്നെ തന്നെ ട്രീറ്റ് ചെയ്യാനാണ് തോന്നിയത്. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കിട്ടുന്ന ചാൻസാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട് ഞാൻ തന്നെയാണ്. അതിനുശേഷം എനിക്ക് ആരുള്ളൂ. നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയും മക്കളെയും ഹസ്ബൻഡിനെയും എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. കുടുംബക്കാരെയും ബന്ധുക്കാരെയും അതൊക്കെ ഉണ്ട്. അതിനപ്പുറം എനിക്ക് എന്നെ തന്നെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എനിക്ക് എൻ്റെ സ്നേഹം എനിക്ക് തന്നെ കൊടുക്കാൻ ഒരു കേക്ക് കട്ട് ചെയ്ത് എനിക്ക് തന്നെ സെലിബ്രേറ്റ് ചെയ്യണം തോന്നി. അത് എനിക്കിപ്പോൾ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്ത് അവർ സന്തോഷിപ്പിച്ചാൽ എനിക്ക് സന്തോഷമാവൂ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുടെ ആവശ്യമില്ല. എനിക്ക് സ്നേഹിക്കാമല്ലോ, അങ്ങനെ ഞാൻ വിചാരിച്ചു. അത് നിങ്ങൾക്കത് എന്ത് തോന്നി ഗൈസ്? എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇതിനർത്ഥം എനിക്ക് മറ്റുള്ളവരുടെ വിശ്വസും സ്നേഹവും വേണ്ടെന്നല്ല. അത് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? വിശ്വസും ഗിഫ്റ്റ് തരുന്നതും ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയല്ലേ. ഇപ്രാവശ്യം ഇങ്ങനെ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സെൽഫ് ലവ് അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഒരുപാട് പേർക്ക് എത്ര ആളുകളുണ്ടായിട്ടും വിശ്വസ് അറിയിക്കാതെയും ഗിഫ്റ്റ് കൊടുക്കാതെയും സ്ത്രീകൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ സ്നേഹിക്കാമല്ലോ. അങ്ങനെ ചെയ്ത് നോക്കൂ ഇനി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗേസ്. താങ്ക് യു.